നിയന്ത്രണമില്ലാത്ത ജീവിതം, യഥേഷ്ടം ലഭിക്കുന്ന മയക്കുമരുന്ന്, ജാതിയിലും മതത്തിലും കുടുങ്ങി അതിന്റെ വർഗീയതയുടെ പുലഭ്യം പറഞ്ഞ് പരസ്പരം തല്ലിത്തീർക്കുന്ന സോഷ്യൽ ഗാർഡിയൻസ്, ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗുവ വിളിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ, സംവിധാനങ്ങളെല്ലാം നിശ്ചലമാവുമ്പോൾ ഇതുപോലെയുള്ള ദുരന്തം ഏത് ഗ്രാമത്തിലും ഏത് നാട്ടിലും ഏത് വീട്ടിലും സംഭവിക്കുന്നതാണ്. ഭയത്തോടെ അല്ലാതെ സമൂഹത്തിന് ജീവിക്കാൻ കഴിയില്ല. 23 വയസ്സ് പ്രായമാണുള്ളത്. വെട്ടിക്കൊലപ്പെടുത്തിയത് 5 പേരെ, 6 പേരെ മുഴുവനായി വെട്ടിയത്രേ. മൃഗങ്ങളെ അറുക്കുന്നവർക്ക് പോലും ഇത്രയും എണ്ണത്തെ ഇത്രയും സമയം കൊണ്ട് അറുത്തു തീർക്കാനാവില്ല. അത്ര ക്രൂരമായാണ് ഈ പ്രവൃത്തി ഒരു 23-കാരൻ ചെയ്തത്. സഹോദരൻ, അമ്മ, മുത്തശ്ശി, പെൺസുഹൃത്തിന്റെ മാതാപിതാക്കൾ അടക്കം 6 പേരെ തൊട്ടടുത്ത പ്രദേശങ്ങളിലായി വെട്ടിക്കൊലപ്പെടുത്തി. ഈ കൊലപ്പെടുത്തിയ ശേഷം ഇവൻ തന്നെയാണ് സ്റ്റേഷനിൽ പോയി ഈ വിവരം പറയുന്നത്. അവിടെയുള്ളവർക്കാർക്കും ഇവനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ലത്രേ. MP അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിലെ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടക്കമുള്ള ഏറ്റവും യഥേഷ്ടം ലഭിക്കുന്ന, നാട്ടിലെ കച്ചവടം പോലെ, സംരംഭം പോലെ, കൂണുപോലെ മുളച്ചുപൊന്തിക്കൊണ്ടിരിക്കുന്ന, ഒരു സംവിധാനങ്ങൾക്കും തടയാനാകാത്ത വിധം വളർന്നുകൊണ്ടിരിക്കുന്ന, ഇതൊക്കെയും അഭിരമിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യം അതിന്റെ തീവ്രഭാവത്തിൽ എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കണമെന്ന്, അതാണ് ശരിയെന്നും അതിനെതിരെ പറയുന്നവരൊക്കെയും പലതരത്തിൽ അപരവൽക്കരിക്കപ്പെടുകയോ അരികവൽക്കരിക്കപ്പെടുകയോ സൈബർ ആക്രമണം നേരിടുകയോ ചെയ്യേണ്ടി വരുന്ന കാലത്ത് ഇത് ഇനിയൊരു തുടർക്കഥയാവും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹി എന്നോട് വിളിച്ചിട്ട് പ്രത്യേകമായ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത് ആ പ്രദേശത്തെ DYSP അല്ലെങ്കിൽ ACP എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനടക്കം നിസ്സഹായനാണത്രേ. അവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് നെറ്റ്വർക്കുകളായി, വ്യാപാര ശൃംഖലയായി, കച്ചവടങ്ങളായി ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെ വീട്ടിലെത്തുന്നോ ആ വീട്ടിലെത്തുന്നവൻ, ഉപയോഗിക്കുന്നവൻ ഇതേ ഭ്രാന്തവും വന്യവുമായ അവസ്ഥയിൽ എത്തിച്ചേരും. അതിന് ജാതിയും മതവും മറ്റൊന്നുമില്ല എന്നതാണ് സത്യം. അപ്പോഴും കൊല്ലുന്നവന്റെയും കൊല്ലപ്പെടുന്നവന്റെയും ജാതി പറഞ്ഞ് നമ്മൾ തമ്മിലടിക്കും. നമുക്ക് ആവേശവും പറയാനിഷ്ടവും അതാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മൾ നോക്കിയാൽ വിതയ്ക്കുന്ന വിത്ത് കതിരായി ഫലമായി വരുന്നതിന് കുറെ സമയമെടുക്കുമെന്നതുപോലെ കഞ്ചാവെന്നും മയക്കുമരുന്നെന്നും പണ്ടടക്കം പറഞ്ഞിരുന്നതിന്റെ പ്രതിഫലനങ്ങളും അതിന്റെ മാനിഫെസ്റ്റേഷൻസും ഇന്ന് സമൂഹത്തിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു. കാറ് പാർക്ക് ചെയ്യുമ്പോൾ തർക്കങ്ങൾക്ക് പോകാനാവില്ല, കളിക്കളത്തിലാവില്ല. അതുപോലെ എവിടെയെങ്കിലും റോഡിൽ കാറുകൾ പരസ്പരം ഉരസുമ്പോൾ ഒന്ന്